ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ലെന്ന് കേന്ദ്രം. നിലവിലെ മാനദണ്ഡമനുസരിച്ച് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ വ്യവസ്ഥയില്ലെന്ന് ആഭ്യന്തര സഹമന്ത്രി അറിയിച്ചു. ആത്മകഥാ വിവാദത്തിൽ തന്റെ നിലപാടിൽ ഉറച്ച് ഇ.പി. ജയരാജൻ. മാധ്യമങ്ങളിൽ വാർത്തയായി വന്ന കാര്യങ്ങൾ താൻ ആത്മകഥയിൽ എഴുതിയിട്ടില്ലെന്നും തന്റെ ആത്മകഥയുടെ രചന പൂർത്തിയായിട്ടില്ലെന്നും ഇ.പി. പറഞ്ഞു. പാലക്കാട് LDF സ്ഥാനാർത്ഥി പി സരിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എത്തിയതായിരുന്നു ഇ.പി. ആത്മകഥാ വിവാദത്തിൽ ഇ.പി. ജയരാജൻ DGPക്ക് നൽകിയിരുന്ന പരാതി ക്രമസമാധാന പാലന ചുമതലയുള്ള ADGPക്ക് കൈമാറി. CPIM ആത്മകഥാക്കുറിപ്പ് തയ്യാറാക്കിയ ദേശാഭിമാനി ലേഖകനോട് വിശദീകരണം തേടി. വിവാദമായ പുസ്തക ഭാഗം ഇ.പി. ജയരാജൻ തനിക്ക് നൽകിയിട്ടില്ല എന്നും പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമാണെന്നും ലേഖകൻ രഘുനാഥ്. ആത്മകഥാ വിവാദത്തിൽ ഇ.പി. ജയരാജനോട് CPIM വിശദീകരണം തേടിയേക്കും. വിവാദങ്ങളിൽ കൂടുതൽ പ്രതികരിക്കാതെ DC ബുക്സ്. മണ്ഡലകാല മകരവിളക്ക് തീർത്ഥാടനത്തിനൊരുങ്ങി ശബരിമല സന്നിധാനം. നാളെ നട തുറക്കുന്നതോടെ സന്നിധാനത്ത് തീർത്ഥാടനത്തിന് തുടക്കമാകും. ദർശന സമയം 16 മണിക്കൂറിൽ നിന്ന് 18 മണിക്കൂറായി ഉയർത്തി. പ്രതിദിനം 80,000 പേർക്ക് ദർശന സൗകര്യം ഉണ്ടായിരിക്കും. വെർച്വൽ ക്യൂ വഴി 70,000 പേർക്കും ദർശനം അനുവദിക്കും. ഇപ്രാവശ്യം സ്പോട്ട് ബുക്കിംഗ് ഉണ്ടായിരിക്കില്ല. പകരമായി പമ്പ, വണ്ടിപ്പെരിയാർ, എരുമേലി എന്നിവിടങ്ങളിൽ ബുക്ക് ചെയ്യാൻ തത്സമയ ഓൺലൈൻ കൗണ്ടറുകൾ ഉണ്ടാകും. ഭക്തർക്ക് ആധാർ കാർഡും ബുക്കിംഗ് പാസും നിർബന്ധമാക്കിയിട്ടുണ്ട്. ക്യാബിനറ്റിലേക്ക് കൂടുതൽ വിശ്വസ്തരെ പ്രഖ്യാപിച്ച് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ്. മാർക്കോ റൂബിയോ പുതിയ വിദേശകാര്യ സെക്രട്ടറിയാകും. മാറ്റ് ഗേറ്റ്സ് അറ്റോർണി ജനറലും തുൾസി ഗബാർഡ് നാഷണൽ ഇന്റലിജൻസ് മേധാവിയുമാകും. ക്രിസ്റ്റി നോം ആഭ്യന്തര പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനം കൈകാര്യം ചെയ്യും. പെന്റഗണിൽ വലിയ തോതിൽ പിരിച്ചുവിടൽ ഉണ്ടായേക്കുമെന്ന് റിപ്പോർട്ട്. അതേസമയം നിയുക്ത പ്രസിഡന്റ് ട്രംപും ജോ ബൈഡനും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സമാധാനപരമായി അധികാര കൈമാറ്റം ഉണ്ടാകുമെന്ന് ബൈഡൻ ആവർത്തിച്ചു. സീപ്ലെയിൻ പറന്നിറങ്ങിയത് അതീവ പരിസ്ഥിതി ലോല പ്രദേശത്തുനിന്ന് വനം വകുപ്പിന്റെ റിപ്പോർട്ട്. മൂന്നാർ ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് കൈമാറി. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് ആക്കം കൂടും, അല്ലെങ്കിൽ വലിയ പ്രകൃതി പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കാരണം ചൂണ്ടിക്കാട്ടി ലാൻഡിംഗ് സ്ഥലം മാറ്റേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടിൽ വിലയിരുത്തുന്നത്. പുകമഞ്ഞിൽ മൂടി ഡൽഹി. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അന്തരീക്ഷ മലിനീകരണ സൂചിക പ്രകാരം 400-ന് മുകളിലാണ് ഡൽഹിയിലെ മലിനീകരണം ഇനിയും വർദ്ധിക്കുന്ന പക്ഷം കടുത്ത നടപടികളിലേക്ക് വരുന്ന ദിവസങ്ങളിൽ ഡൽഹി കടക്കും. മലിനീകരണ തോത് 400-ന് മുകളിലായ സാഹചര്യത്തിൽ പ്രദേശത്തെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. വ്യാജ ദൃശ്യം പ്രചരിപ്പിച്ചു. റിപ്പോർട്ടർ ചാനലിനെതിരെ പരാതിയുമായി CPI വയനാട് നേതൃത്വമാണ് പരാതി നൽകിയത്. 2 വർഷം മുമ്പത്തെ ചിത്രം തെരഞ്ഞെടുപ്പ് യോഗത്തിലേതെന്ന് പറഞ്ഞ് ദുഷ്പ്രചരണം നടത്തിയെന്ന് ജില്ലാ സെക്രട്ടറി EJ ബാബു. റിപ്പോർട്ടർ ഗൂഢാലോചന നടത്തിയെന്നും ആരോപണം. വ്യാജ വാർത്ത ചമച്ചതിന് DGPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും CPI പരാതി നൽകി.